നമസ്കാരം. ഒരു നിർധന പെൺകുട്ടി, ആരുമില്ലാത്ത പെൺകുട്ടി, അവളുടെ കാലിൻ്റെ ഇടയിലെ സാമാനം ആ ഒരൊറ്റ സാധനം കൊണ്ട് പണക്കാരിയായി മാറിയൊരു സംഭവം. അതും എൻ്റെ നാട്ടിൽ. ഇവർക്ക് ഒരു 10 സെൻറ്റ് കൂടിക്കിടപ്പ് കിട്ടിയ സ്ഥലവും അതിൽ അപ്പനും അമ്മയും 2 പെൺമക്കളും അങ്ങനെ ജീവിച്ച് വരുമ്പോൾ ഈ അപ്പന് മീൻ കച്ചവടം എന്ന് പറഞ്ഞാൽ അയാൾ കച്ചവടം ചെയ്ത് വലിയ വകുപ്പൊന്നുമില്ല, ചെറിയൊരു ഓലപ്പര. അങ്ങനെ ഇയാൾ പെട്ടെന്ന് മരണപ്പെട്ടു. പിന്നെ ഇവർക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല. അമ്മയും 2 പെൺകുട്ടികളും. വലിയ പെൺകുട്ടിക്ക് ഒരു 18-20 വയസ്സ് ആ റേഞ്ചിലാണ്. അവളന്ന് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അക്കൗണ്ടൻസി എന്തൊക്കെയോ സംഭവം പഠിച്ചിങ്ങനെ തുച്ഛ വരുമാനമല്ല, അതിൽ നിന്നുള്ള പഠിപ്പ്, ടൈപ്പ് റൈറ്റിങ്, ഷോർട്ട് ഹാൻഡ്, അക്കൗണ്ടൻസി എന്തോ അവൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ മരണപ്പെട്ട് 7 ഇതൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ അതുവരെയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടാവില്ല. ഇത് കഴിഞ്ഞല്ലേ റിയാലിറ്റി, ജീവിക്കണ്ടേ. അപ്പോൾ പള്ളിയിലച്ഛന് അമ്മനോടാണ് സലാം പറയാം. എന്നിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ഇനി ജീവിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം വേണ്ടേ, ഞാൻ ഒരു എഴുത്ത് തരാം, അവൾക്കൊരു ജോലി ഞാൻ ഏർപ്പാട് ചെയ്യാം, അവളോടൊന്ന് വരാൻ പറയാറ്. അവിടെ ചെന്നപ്പോൾ വികാരി അച്ഛന് പ്ലാഞ്ഞാനുള്ള പരിപാടിയാണ്. ഇവളൊന്ന് ഞൗളണം. അന്നുകൊണ്ട് വികാരി അച്ഛന്മാർക്ക് സാമാന്യം എണീക്കൽ കൂടുതലാണ്. ആ സാധനത്തിന് മാത്രം ഒരു ദിവ്യശക്തിയാണ്. ഞാൻ പറഞ്ഞേ, ലോഹ ഇടണതിൻ്റെ രഹസ്യം തന്നെ സാമാനം പൊന്തിയ അറിയാണ്ടിരിക്കാനാണ്. അല്ലെങ്കിൽ അടിയിൽ പാൻറ്റിലുണ്ടല്ലോ, ഈ ലോഹ അതിനാണ്. ഇത് തൽക്കാലം ഒന്ന് ഇറക്റ്റ് ചെയ്താൽ കുഞ്ഞാടുകളെ അറിയരുത്. അപ്പോൾ അച്ഛന് ഇവളെ വിളിപ്പിച്ച് ഞൗളാനുള്ള പരിപാടി, ഫ്ലാഞ്ഞാനുള്ള ഫ്ലാൻ ഇട്ടിട്ട് പറഞ്ഞ് എനിക്ക് കച്ചരിപ്പടി വിമലാലയത്തിൽ അത് ശരിയാക്കാം, ഇത് ശരിയാക്കാം. അപ്പോൾ ഇവളെ ചിന്തിച്ച് ഈ കച്ചരപ്പടി വിമലാലയം എന്ന് പറഞ്ഞാൽ കന്യാസ്ത്രീകൾ നടത്തണേ. അവിടെ അന്ന് ഈ വാഴനാരും കൊണ്ട് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുക, ഇതെങ്കിലും നക്കാപ്പിച്ച കിട്ടും. ഈ അച്ഛന്മാർക്കൊക്കെ അതാ വേണ്ടത്. അച്ഛന്മാരെ കുസിനിൽ നിൽക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരും പോലും ഇല്ലാത്ത ഏതെങ്കിലും ഒരു സാധുവായിക്കും എന്തെങ്കിലും കൊടുത്താൽ മതി, ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും സാരില്ല. അതേപോലെയാണ് ഈ മഠത്തിലൊക്കെ ആരെങ്കിലുമൊക്കെ വന്നു പെടും, തിന്നാൻ കൊടുത്താൽ മതി. പക്ഷേ ഈ പെണ്ണ് കുറച്ച് ബുദ്ധിശാലിയാണ്. ഇവളുടെ കാലിൻ്റെ ഇടയിലെ സാധനത്തിൻ്റെ വിപണന സാധ്യത, അനന്ത സാധ്യത ഇവൾക്ക് മനസ്സിലായിട്ടുണ്ട്. വെറും ഒരു വികാരത്തിന് പ്ലാഞ്ഞാൻ കൊടുക്കാനും പറ്റില്ല, കൊടുക്കുകയാണെങ്കിൽ അതിനുള്ള ഉപകാരം ഉണ്ടാവും. അങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മുട്ട ഹോൾസെയിലിൻ്റെ ഒരാളുണ്ട്, കോഴിമുട്ട. ഈ ആൾ മുഖേന എറണാകുളം ടൗണിൽ ഇവൾക്കൊരു ജോലി കിട്ടുക, ഒരു ഹോൾസെയിൽ പീഡിയ. അന്നൊക്കെ ഞങ്ങളുടെ ഗ്രാമത്തിലേക്കൊന്നും റോഡുകൾ അങ്ങനെ വികസിച്ചിട്ടില്ല. ഈ ഹോൾസെയിൽ കടയിൽ നിന്ന് സാധനങ്ങൾ എറണാകുളം ടൗണിൽ നിന്ന് ഞങ്ങളുടെ ഗ്രാമത്തിലേക്കൊക്കെ വെള്ളത്തിലാണ് കൊണ്ടുവരിക, കേബ് വെള്ളം. വണ്ടികളുണ്ട്. അപ്പോൾ ഇവൾക്ക് അവിടെ കണക്കെടുത്ത് ജോലി കിട്ടി, മുതലാളിൻ്റെ. അപ്പോൾ ഇവളതി സുന്ദരിയാണ്. മുതലാളി അത്ര വലിയ വയസ്സനൊന്നുമല്ല, ഒരു 55 വയസ്സൊന്നും ഒരു വയസ്സല്ല അന്നത്തെ കാലത്ത്, നല്ല ഹെൽത്തി മാനാണ്. അപ്പോൾ അവിടെ കണക്ക് എഴുതണം. പിന്നെ അവിടെ ഗോഡൗണുണ്ട്. ഇവിടെയുള്ള കണക്ക് കള്ളക്കണക്കാണ്. പെട്ടെന്ന് വല്ല സർപ്രൈസ് ആരെങ്കിലും ഓഡിറ്റിങ് സർക്കാർ ഏജൻസികൾ വന്നാൽ പറ്റിക്കണം. ശരിക്കുള്ള കണക്ക് ഗോഡൗണില്ല. കാരണം മുതലാളിക്ക് കണക്ക് കിട്ടണ്ടേ, എന്ത് വരുമാനമുണ്ട്, എത്ര വരവുണ്ട്, ഇത്ര ചിലവുണ്ട് എന്നൊക്കെ അറിയണ്ടേ. 2 കണക്ക് എഴുതും. അപ്പോൾ ഗോഡൗണിൽ വിശ്രമമുറി ഒക്കെ ഉണ്ട്. അന്ന് കുറേ അസൂയാലുക്കൾ പറഞ്ഞുണ്ടാക്കി ഇയാൾക്ക് കള്ളനോട്ടിൻ്റെ ഏർപ്പാടാണ്. ഈ കള്ളനോട്ടെന്ന് ശരിക്കുള്ള നോട്ട് തന്നെ ആൾക്കാർക്ക് കിട്ടാറില്ല, അപൂർവമാണ്. അന്നൊക്കെ കൂലിയും കുറവ്. അപ്പം കള്ളനോട്ടൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ഒരു പാലാക്കാരൻ അച്ചായനാണ് ഈ കള്ളനോട്ട് കൊടുക്കണമെന്നും. ഏതായാലും ഇവള് ഈ മുതലാളിൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരിയായി മാറി. മുതലാളി മുറിയിൽ ഗോഡൗണിലെ റൂമിൽ വെച്ച് ഇവളൊരു ദിവസം ഷോൾഡറിൽ കൈയിട്ട് അപ്പോൾ ഇവളാലോചിച്ച്
ഇയാൾക്ക് വഴങ്ങി കൊടുത്താൽ ജീവിതം സേഫാവും. ഇയാളുടെ രഹസ്യങ്ങൾ കുറേ എനിക്ക് അറിയുകയും ചെയ്യാം. പള്ളിയിൽ അച്ഛനും വേണ്ടി ഇതായിരുന്നു. അച്ഛനും പ്ലാൻ ഞാൻ വന്ന ഇതിനാണല്ല, വിമലാലയത്തിൽ പണി മേടിച്ച് കൊടുക്കണമെങ്കിലും കളിക്കാൻ കൊടുക്കണം. അച്ഛൻ്റെ ഉദ്ദേശം അതാ. ഇത് കൊടുത്താലും കാര്യമുണ്ട്. അതിൽ ഇവള് തല കുമ്പിട്ട് നിന്ന് ഇയാൾ ഇവളെ നേരെ തിരിച്ച് നിർത്തി ചുംബിച്ച് നെറ്റിയിലും ഒക്കെ മുലക്കൊക്കെ പിടിച്ച് ഇവളെ ഡ്രസ്സൊക്കെ അഴിച്ച് ഫസ്റ്റ് കളിയാണ്ട് കളിച്ച്. ഇവൾക്ക് എന്തെങ്കിലും തെറ്റില്ല, സുഖവും കിട്ടുന്നുണ്ട്. അങ്ങനെ മുതലാളിൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പും പിന്നെ മുതലാളിൻ്റെ അണ്ടീൻ്റെ സൂക്ഷിപ്പും ഇവളുടെ അടുത്തായി. മുതലാളിൻ്റെ ഭാര്യ എന്നൊക്കെ പറയാൻ പണ്ടൊക്കെ ഉണ്ട്, 55 വയസ്സൊക്കെ ഉള്ള 60 വയസ്സിൻ്റെ ഇടയിലുള്ള ആണുങ്ങളുടെ ഭാര്യയൊക്കെ ചട്ടയും മുണ്ടൊക്കെ കൊടുത്ത്, പിന്നെ മക്കളൊക്കെ വലുതായാൽ പിന്നെ ബെഡ്റൂമിലേക്കും ചെല്ലൂല, ഒരു മുറിവാലൊക്കെ ഉള്ള ഇതൊക്കെ ഇട്ട് മുണ്ടൊക്കെ കൊടുത്ത് ചട്ട. ഇന്നത്തെ പോലെയല്ല, ഒരുമിച്ച് ഉറങ്ങുന്നില്ല. മുതലാളിയാണെങ്കിൽ നല്ല സ്ട്രോങ്. മുതലാളിക്ക് ചാൻസും കിട്ടില്ല. അവിടെ ചെല്ലുമ്പോൾ തള്ള പണികളൊക്കെ കഴിഞ്ഞ് ഷോപ്പൊക്കെ അടച്ച് ചെല്ലുമ്പോൾ പിന്നെ ഒപ്പിക്കാൻ തള്ള അവിടെ പോയി കിടക്കുകയൊന്നുമില്ല. അപ്പോൾ ഇയാൾ പകൽ ഈ പടിനടിക്കും. ഇങ്ങനെ ഇയാളുടെ 3 മക്കളും വലുതായി വരുന്നുണ്ട്. അപ്പോൾ ഇവരിടയ്ക്ക് സാമ്പിൾ നോക്കാം. അപ്പോൾ ഈ തന്തേൻ്റെ ഉദ്ദേശം എന്താണെന്ന്, മക്കളിഞ്ഞ അവളെ കളിക്കണമെങ്കിൽ കളിച്ചോട്ടെ, നമ്മൾ ആവശ്യത്തിലധികം പണം അവൾക്ക് കൊടുക്കുന്നുണ്ട്. അവന്മാർ പെണ്ണ് കെട്ടുന്നതിന് മുമ്പ് പെണ്ണിൻ്റെ സാമാനം എന്താണെന്ന് അറിഞ്ഞോട്ടെ, കണ്ണടച്ച് കൊടുക്കാം. എന്നിട്ട് ഇവളോട് അത് സൂചിപ്പിച്ചിട്ടുണ്ട്, പിള്ളേരല്ലേ എന്നൊക്കെ പറയുന്നത്, അവർക്ക് ഇതിനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ പറയും. അപ്പോൾ ഇവൾക്ക് ഇയാളായിട്ട് ഇയാളുടെ കളി പറ്റുന്നുണ്ട്. പക്ഷേ ഇവൾക്ക് മനസ്സിനാണെങ്കിൽ ഒരാളുണ്ട്, ഇവളുടെ ഒരു അയൽവാസിയായിട്ട് വരും. ഇയാൾ ഇവൾക്ക് രാത്രി അടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ അടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവളുടെ ഇഷ്ടത്തിനല്ല, മറ്റേ മുതലാളിക്ക് കിടന്നു കൊടുക്കുക. അപ്പോൾ ഇവളിവിടെ ഉണ്ടായ സ്ഥലത്ത് ആ ഓലപ്പുര പൊളിച്ച് കളഞ്ഞ് നല്ലൊരു വീടുണ്ടാക്കി. നല്ലൊരു വീടെന്ന് പറഞ്ഞാൽ അടിപൊളി വീട്. അപ്പോഴാണ് ഈ നാട്ടുകാർ കുസിബ് വരൽ തുടങ്ങി. അയാൾക്ക് കള്ളനോട്ടിൻ്റെ ഏർപ്പാടുണ്ട്, അതിൻ്റെയൊക്കെ വിപണനം നടത്തണം ഇവളാണ്. എന്തായിക്കോട്ടെ, ഈ കാലിനടല സാധനമാണ് ഇവള് വിപണനം നടത്തണേ. കണക്കില്ലാത്ത പൈസ ഇവൾക്ക് കിട്ടൽ തുടങ്ങി. അങ്ങനെ വീടുണ്ടാക്കി, അനിയത്തിനെ കെട്ടിച്ച്, നല്ല സ്ത്രീധനം കൊടുത്ത അനിയത്തിനെ കെട്ടിച്ച്. പിന്നെ ഇവളിങ്ങനെ ആലോചിച്ച്, അപ്പോൾ ഇവള് പരിപാടി എടുക്കണം. അയാളോട് ചോദിച്ചേ, നിങ്ങൾ എനിക്കൊരു, അപ്പോൾ ഇയാളോട് എല്ലാ കഥയും ഇവള് പറയലുണ്ട്. ഈ മുതലാളി കളിച്ചതും മക്കൾ കളിക്കുന്നതും ഒക്കെ പറയുന്നുണ്ട്. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ല, എന്നാലും വേറെ മാർഗ്ഗമില്ല എന്നിട്ട് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ ഇവൻ്റെ കാമുകി ഭാര്യ ഒന്നും അല്ലല്ലോ. അപ്പോൾ ഇവളൊന്ന് മനസ്സ് തുറന്ന് എല്ലാ സംഭവവും ഇവനറിയും. ഈ ആൾ ഞാനായിട്ട് ഭയങ്കര ലോകിയുള്ള ആളാണ്. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അനിയത്തിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ ഇവള് ഇയാളോട് ചോദിച്ചേ, നിങ്ങൾ എനിക്കൊരു ജീവിതം തരുക, ഇഷ്ടം പോലെ പണം ഞാൻ സമ്പാദിച്ചിട്ടുണ്ട് പറഞ്ഞു. അപ്പം ഇയാൾ പറഞ്ഞെന്താന്നാ, പിന്നെ തൻ്റെ മക്കൾ ഊക്കിയ നിന്നെ ഞാൻ കല്യാണം കഴിക്കാൻ, ഇങ്ങനെ വേണമെങ്കിൽ എത്ര കാലം വേണമെങ്കിലും പോവാം, ഇതെന്നോട് പറയരുത്. അത് ശരിയാണ്, ഒരു സാധാരണ ശരാശരി മനുഷ്യന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പണം മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. കളിക്കാൻ കിട്ടിയ ചരിത്രവതി വേണമെന്നൊന്നുമില്ല. ചരിത്രം പൊളിഞ്ഞായാലും കുഴപ്പമില്ല, ഏത് പ്രായക്കാരും ആണുങ്ങൾ ഊക്കും. പക്ഷേ കല്യാണം കഴിക്കുമ്പോൾ ഉള്ള ഫീല് പൊട്ടിയിട്ടുണ്ടാവരുത്, വേറൊരാൾ കളിച്ചിട്ടുണ്ടാവരുത്, അങ്ങനത്തെ ഒരു സ്വാർത്ഥതയല്ല ആണുങ്ങൾക്ക്. ഏതായാലും ഇയാൾ പച്ചക്ക് തന്നെ പറഞ്ഞു, അതേ മക്കൾ ഊക്കിയിട്ട് നിനക്കെങ്ങനെ ഞാൻ ജീവിതം തരണേ ചോദിച്ചു. ഇടയ്ക്ക് വന്ന് ഞാൻ കളിച്ച് തരാം. പിന്നെ അവൾക്ക് മനസ്സിലായി, ശരിയാണ്, ഇയാളൊരു സാധാരണ മനുഷ്യനല്ലേ, അത്ര വിശാല ഹൃദയമൊന്നുമല്ല. അതങ്ങനെ കഴിഞ്ഞ്. അപ്പോൾ ഇവൾക്കൊരു തുണ വേണ്ടേ. അപ്പോൾ അവളവിടെ വേറൊരു ബിൽഡിങ്, റോഡ് സൈഡിൽ സ്ഥലം വാങ്ങി ബിൽഡിങ് പണി നടക്കാം. അപ്പോൾ ഇവളിങ്ങനെ ഏജ് ആയി വരുന്നുണ്ട്, 40 വയസ്സ് ആ റേഞ്ചിലൊക്കെ എത്താറായി. ബിൽഡിങ് പണിയാണ് എന്തിനാന്നാ, ഇവൾക്കൊരു ഷോപ്പ് തുടങ്ങാൻ. മുതലാളിക്ക് ഒന്നും പ്രശ്നമല്ല, കാരണം ഇവർ തമ്മിൽ ആ സഹകരണാടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. മുതലാളിനോട് ഇവള് പറഞ്ഞു, ഞാൻ ഒരു കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കേണ്ട, അല്ലെങ്കിൽ എനിക്ക് ജീവിതത്തിൽ അവസാന കാലത്ത് തുണ ഉണ്ടാവില്ല പറയും. അപ്പം മുതലാളി പറഞ്ഞു, അത് വേണമല്ലോ, അല്ലാണ്ട് എന്നും ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ, എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം പറഞ്ഞു. അങ്ങനെ തിരയൽ തുടങ്ങി.
ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറഞ്ഞാൽ അത് ഇവൾക്ക് പറ്റിയ ഒരു വീട്ടു പുതിയാപ്പിള. ഇവളെ ഊക്കിയാലും പ്രശ്നമല്ല, ഇവന് വിലസി നടക്കണം. പക്ഷെ കള്ളുകൂടി അങ്ങനത്തെ ഒന്നും ഇല്ല ഇവന്. ഒരു വീട്ടു പുതിയാപ്പിള, ഇവളുടെ ചൊലിപ്പടിക്ക് നിൽക്കുന്ന ഒരാൾ. അതാ പറഞ്ഞ ചക്കിക്കൊത്ത ചങ്കരൻ. കല്യാണം കഴിച്ച് മക്കളായി, ഇവരുടെ ഷോപ്പൊക്കെ എല്ലാം ഒരു കൂടെ കീഴിലൊക്കെ യൂസഫ് അലിയൊക്കെ സ്വപ്നം കാണുന്നതിന് മുമ്പ് ഇവള് അങ്ങനത്തെ ഒരു ഷോപ്പ് തുടങ്ങിയിരുന്നു. ആ ദീർഘദൃഷ്ടിയുള്ള പെണ്ണ. ഇപ്പോഴും ഉണ്ട് അവരവിടെ, സുഖമായിട്ട് ജീവിക്കണം. മുതലാളി ഊക്കിയിട്ട് മുതലാളിൻ്റെ സാധനം തേഞ്ഞു പോയാൽ ഇവളുടെ സാമാനം തേഞ്ഞോ? ദുഡ് പണം, ഇതൊക്കെയാണ് ഈ ലോകത്ത് നടക്കണം. ഞാനിത് പറയുമ്പോൾ കശ്മലൻ, വൃത്തികെട്ടവൻ, സദാചാരം പൊളിച്ച് കേരളത്തിൻ്റെ നമ്മോ ഇതൊന്നും അല്ലെങ്കിൽ വരാൻ കിടക്കണം. ആണുങ്ങളുടെ സാമാനം എണീക്കണോടത്തോളം കാലം, പെണ്ണുങ്ങൾ കൊടുക്കണോടത്തോളം കാലം, ഇത്രയും പ്രായമുള്ള എനിക്കൊരു ഏജുള്ള ഒരാളല്ല, എൻ്റെ അടുത്ത് ഈ കഥകൾ തീരില്ല. കാരണം എൻ്റെ എക്സ്പീരിയൻസ്, കേട്ടറിവുകൾ, കഥൻ്റെ സ്റ്റോക്ക് കഴിയൂല. അല്ലാണ്ട് ഇത് തേഞ്ഞു പോണ സാധനമൊന്നുമല്ല. ഞാൻ വീണ്ടും പറയാം, ചൂസ് വെൽ. നമസ്കാരം.